മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി മൂവി കണ്ടിറങ്ങിയതാണ്. കോഴിക്കോട് എന്നിട്ടാണ് ഞാൻ മൂവി കണ്ടത്. മലപ്പുറത്ത് എവിടെയും തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. രാവിലത്തെ ഷോ ഉച്ചയ്ക്ക് ശേഷം കണ്ട് മഞ്ചേരി ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ FDFS കാണണം. വൈ? ബിക്കോസ് അഭിഷേക് ഉണ്ട്, അഖിൽ മാരാറുണ്ട്, സെറീന ഉണ്ട്. ഇതൊരു ചെറിയ ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു പടമാണ്. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകൾ ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാനും പറ്റും. ഓക്കെ, പിന്നെ ഇതൊരു ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ടോപ്പ് നോച്ച് പടങ്ങൾ ഇറങ്ങുമ്പോൾ ഈ പടത്തിനൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഓക്കെ, കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഒരു 90s 95 ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളൊരു മേക്കിങ്ങും ആ രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് പാറ്റേണിലാണ് ഈ സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. കമ്മിങ് ടു ദ സ്റ്റോറി, ആ സ്റ്റോറി ഒരു എന്താ പറയുക, ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് മൂഡിലുള്ളൊരു പടമാണ്. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർക്ക് ഒട്ടും അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു രീതിക്കും ഈ ഡയറക്ടർ റൈറ്റർ ഒരാളാണ് ബാബു ജോൺ, ആ സാധനം കൺവേ ചെയ്ത് തരാൻ പറ്റിയില്ല. അത് വളരെ ശോക ക്ലീശയായിട്ടാണ് ആ സാധനം ടുവേർഡ്സ് എൻഡിക്കൊക്കെ ആ സാധനം പറഞ്ഞു വെക്കുമ്പോഴത്തേക്കൊക്കെ ഏകദേശം നമുക്ക് തന്നെ അയ്യോ ഇനിയും എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടാണ് ആ സാധനം ചെയ്തിട്ടുള്ളത്. ഞാൻ ഒന്നാമത് പറഞ്ഞല്ലോ, ഇതിനകത്തൊക്കെ ഒരു ബിഗിനേഴ്സാണ് ഓൾമോസ്റ്റ് എല്ലാവരും. അഖിൽ മാരാർ അങ്ങനെ കുറച്ച് പേര് മാത്രം ഇതിനകത്തൊരു എന്താ പറയുക, സിനിമ ആയിട്ട് കുറച്ചധികം കാലമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആൻഡ് കുറേ അധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. ഇപ്പോൾ അതിൽ ഓബിയസ്ലി ജാഫർ ഇടുക്കി ഉണ്ട്, നമ്മളുടെ കോട്ടയം നസീർ ഉണ്ട്, പിന്നെ ജോയ് മാത്യു ഉണ്ട്. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അഭിനയം നമുക്ക് ഈ പടത്തിനകത്ത് അതൊരു ഡിഫറെൻ്റ് തന്നെ, ആ ഒരു ഡിഫറൻസ് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അവർക്കൊക്കെ കിട്ടിയ റോള്, അവർക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ അവർ ആ ഒരു അവരുടെ ഒരു ലെവലിലുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥ തുടങ്ങുന്നത് തന്നെ ഒരു കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഒരു നാട്ടിലേക്ക്, ആ ഫ്രണ്ട് നാട്ടിലേക്ക് പോകുന്നതാണ് ഈ ഒരു സ്റ്റോറി ലൈൻ. ഓക്കെ, പിന്നെ അവിടെ നടക്കുന്ന കുറേ ആക്ടിവിറ്റീസ്, അതിലുള്ള ത്രില്ല്, ട്വിസ്റ്റ്, ടേൺ, ഇതൊക്കെയാണ് കഥയുടെ ഒരു ബേസ് പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഹീറോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. മനസ്സിലായോ? കാരണം അഖിൽ മാരാർക്ക് ഒരു കൈൻഡ് ഓഫ് എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലത്തെ ഒരു റോള് പോലെ എനിക്ക് തോന്നി അഖിലിന്. പിന്നെ അഖിലിൻ്റെ ക്യാരക്ടർ ഐ എക്സ്പെക്റ്റഡ് എ ലോട്ട്, ടു ബി ഹോണസ്റ്റ് ഐ എക്സ്പെക്റ്റഡ് എ ലോട്ട് ഫ്രം അഖിൽ. ബട്ട് എനിക്ക് ഈ ബുള്ളറ്റിൽ വരിക, BGM ഇടുക, പിന്നെ ഇങ്ങനെ ഇറങ്ങി നടക്കുക, പിന്നെ കലിപ്പ് കാണിക്കുക, ഞാൻ കുറച്ചും കൂടി കൂടുതൽ ബിക്കോസ് അതായത് ഈ ജാഫർ ഇടുക്കി, കോട്ടയം നസീർ, ജോയ് മാത്യു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ സിനിമയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഒരു റോളും പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാളും ആൻഡ് സിനിമയായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളും അഖിൽ മാരാറാണ്. സോ ഐ എക്സ്പെക്റ്റഡ് മോർ, എന്താ പറയുക, ഒരു പ്രോ ലെവൽ സാധനമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് വർക്കായില്ല. ഓക്കെ, എനിക്ക് ആ സാധനം ഒട്ടും, ഞാൻ ഇനിയിപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷനൊപ്പം അത് വരാത്തത് കൊണ്ടാണോ അതോ ഇനി ആ ക്യാരക്ടർ എങ്ങനെയാണോ എന്നുള്ളതൊന്നും അറിയില്ല. ബട്ട് കൂടുതൽ ടൈമും ബുള്ളറ്റിൽ വന്നു പോകുന്നു, BGM വിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ മാത്രമായിട്ട് അത് സൈഡ് ലൈനായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയാനുള്ളത് അഭിഷേകിൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ, അഭിഷേകിൻ്റെ ക്യാരക്ടറിന് എവിടേക്കോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് തോന്നില്ല. അങ്ങനെയാണ് അഭിഷേകിൻ്റെ ക്യാരക്ടർ. പക്ഷേ അഭിഷേകിന് കിട്ടിയ സാധനം അഭിഷേക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അഭിഷേകിന് ചില പോർഷൻസിലൊക്കെ ആ കഥ ലീഡ് ചെയ്യുന്നൊരു പോർഷനിലേക്ക് അഭിഷേക് വരുമ്പോൾ അത് വളരെ കൂളായിട്ട് അഭിഷേക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ അഭിഷേകിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് സെറീനയാണ്. സെറീന ഓൾസോ ഈസ് ലൈക്ക് വെരി കൺവിൻസിങ് ഫോർ മീ. ബിക്കോസ് സെറീനയ്ക്കുള്ള ഭാഗങ്ങൾ, സെറീന ആ ഫ്രണ്ട്സിനെ കാണുന്ന 1-2 സീനുണ്ട്. സെറീനയും അഖിലും തമ്മിലുള്ള ഒരു കോമ്പോയിൽ അഖിലിൻ്റെ മുകളിൽ സെറീന കയറി പെർഫോം ചെയ്ത രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീലായി. കാരണം സെറീനയ്ക്ക് ഒരു കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഒരു സിനിമാറ്റിക് വൈബ് എനിക്ക് സ്ക്രീനിന് സെറീനയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ആനി എന്ന് ക്യാരക്ടർ ചെയ്തൊരു കുട്ടിയുണ്ട്. ഓക്കെ, ഇവരൊരു 4 ഫ്രണ്ട്സ് ആണ് ഇതിൽ ബാക്കി പരിപാടി. 4-5 ഫ്രണ്ട്സാണ് ഈ പറഞ്ഞ സെറീനയുടെ നാട്ടിലേക്ക് ചെല്ലുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ട്. അതാണ് എൻ്റെ ഒരു ബേസ് പ്ലോട്ട്. അപ്പോൾ ഈ 5 ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഈ ആനിയുടെ ക്യാരക്ടർ ചെയ്തൊരു കുട്ടിക്ക് അവർ നല്ല രീതിയിൽ അവരുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്ത പോലെയും, ഞാൻ പറഞ്ഞില്ല, ആ കൂട്ടത്തിൽ തന്നെ അഭിഷേകും ഈ പറഞ്ഞ ആനിയുടെ ക്യാരക്ടർ ചെയ്ത 2 പേരുമാണ് എനിക്ക് കുറച്ച് ആ കൂട്ടത്തിൽ കൺവിൻസിങ് ആയത്. അവർ ഓക്കെയാണ്. പിന്നെ കുറേ ഷോർട്സൊക്കെ ഇവരുടെ ഫേസ് കാണിക്കാതെയും അല്ലെങ്കിൽ ഇവരെ കാണിക്കാതെ ടോപ്പ് എന്നുള്ള കുറേ ഷോർട്സും അല്ലെങ്കിൽ വേറെ കുറേ ഭാഗങ്ങളൊക്കെ കാണിച്ച്, എനിക്കറിയില്ല ഡയറക്ടർ അത് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഓവർ ഡോസ് ഓഫ് പാട്ടുകളാണ്. ഫസ്റ്റ് ഹാഫിൽ മൊത്തം BGM പാട്ടും അനാവശ്യമായിട്ട് പല സ്ഥലങ്ങളിലും കുത്തി കയറ്റിയിട്ടുണ്ട്. അതില്ലെങ്കിൽ തന്നെ നമുക്ക് ആ പടം ഓക്കെ ഒന്നിങ്ങനെ കണ്ട് പോവായിരുന്നു. ഓക്കെ, പിന്നെ ഞാനൊരു ഫ്രണ്ട്സ് വൈബുള്ള സിനിമയാകുമ്പോൾ കൂടുതലായിട്ട് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ, മനസ്സിലായോ, ഒരു കോളേജ് കൈൻഡ് ഓഫ് സാധനത്തിൽ ഒരു ഫ്രണ്ട്സ് റീയൂണിയൻ പോലെ ഒരു ഐറ്റം വരുമ്പോൾ നമ്മൾ കുറച്ചധികം എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ കോമഡി സാധനങ്ങളൊക്കെ. ആ സാധനങ്ങളൊന്നും അതിൽ വർക്കായില്ല. പിന്നെ ഒരുപാട് മിസ്കാസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി. നവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കൂട്ടത്തിൽ, ഈ 5 പേരുടെ കൂട്ടത്തിൽ നവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, നവാസ് വള്ളിക്കുന്ന്. അദ്ദേഹം നല്ലൊരു പെർഫോമറാണ്. ഇതിനു മുമ്പും കുറേ സിനിമാസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരാളാണ്.
അങ്ങേര് ഈ കാസ്റ്റിൽ, ഈ സിനിമയിൽ ഈ കാസ്റ്റിൽ നവാസ് എനിക്ക് ഭയങ്കര മിസ്പ്ലേസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, നവാസിൻ്റെ ക്യാരക്ടർ അവിടെ ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് മിസ്കാസ്റ്റ് ചെയ്ത പോലെ തോന്നി. സോ ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിനകത്ത് കുറേ അധികം ഹാപ്പനിങ്സ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനകത്ത് ഈ സിനിമയുടെ ഒരു എന്താ പറയുക ട്വിസ്റ്റ് ടേൺ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടല്ലോ, ഒരു ത്രില്ലർ ആകുമ്പോൾ അതിലേക്കുള്ള ലീഡ്സൊക്കെ വരുന്നത് ഫസ്റ്റ് ഹാഫിലാണ്. അതൊരു പരിധി വരെ ഈ പാട്ടും ഓവർ ഡോസ് ഓഫ് BGM ഒഴിച്ച് വെച്ചാൽ ഒരു പരിധി വരെ ആ സാധനം ഓക്കെ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. കമ്മിങ് ടു ദ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് സത്യത്തിൽ അഖിൽമാരാരുടെ ക്യാരക്ടറൊക്കെ ഞാൻ ആലോചിച്ചത്, ഈ സിനിമയ്ക്കകത്ത് ഒരു റിവെഞ്ച് ചെയ്യാനൊക്കെ തീരുമാനിച്ച് ഒരുങ്ങിയ ഒരു കത്തിയൊക്കെ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അഖിൽമാരാരുടെ ആ ക്യാരക്ടർ ആ കത്തിയെടുത്ത് പോക്കുന്നുള്ളത് പിന്നെ കുറേ നേരം അഖിൽമാരാരുടെ ക്യാരക്ടറെ കണ്ടത്. അത് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയാണോ അഖിൽ ചെയ്തതെന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. കാരണം പിന്നെ ഞാൻ അഖിലിനെ കണ്ടിട്ടില്ല. പിന്നെ കംപ്ലീറ്റ് സ്റ്റോറി പോകുന്നത് കോട്ടയം നസീർ വന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി വന്നപ്പോൾ കോട്ടയം നസീർ സെക്കൻഡ് ഹാഫിൽ പടം കൂടുതലായിട്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് പിടിച്ചിട്ട് ആ ഒരു പോലീസ് ഓഫീസറിൻ്റെ പെർസ്പെക്റ്റീവിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പടം ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓക്കെ ഓൾസോ, ബിക്കോസ് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഒരു ബിഗിനർ ഫേസിൽ ബിഗിനർ ഫേസ് എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് തോന്നുന്നത് നമ്മളുടെ വേദലക്ഷ്മിയൊക്കെയാണ് ഒരു ബിഗിനർ ഫേസിലുള്ളത്. ഞാൻ അവരെക്കുറിച്ചൊന്നും പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യത്തെ സിനിമയാണ്, പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ആദ്യത്തെ സിനിമ എന്നുള്ള എലമെൻറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് അതിൽ കാണാൻ പറ്റും. പിന്നെ അവർക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നും അതിൽ കൊടുത്തിട്ടുമില്ല. ഉള്ളൊരു പോർഷൻ ടുവേർഡ്സ് ദ എൻഡാണ്. അത് അവരങ്ങനെ ആദ്യമായിട്ടൊരു പടം ചെയ്യുന്നതിൻ്റെ ഒരു ഹറിബറിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൽ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഇനി അയാളായിരിക്കും എന്നുള്ളൊരു എലമെൻറ്റ് ലാസ്റ്റിലേക്ക് കിട്ടിയാലും ഒന്നും വർക്കായിട്ടില്ല ഒരു രീതിയിലും. അത് എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളൂ, വർക്കാവണമല്ലോ, ഒരു തിയേറ്റർ ഹൈ എക്സ്പീരിയൻസ് കിട്ടണമല്ലോ. അങ്ങനെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അതൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമേ ആ സാധനം തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മേക്കിങ്ങിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ പോലെ വലിയ ബഡ്ജറ്റ് മുടക്കി അതിഭീകരമായിട്ട് കൊണ്ടുവന്ന പടമൊന്നും അല്ലാത്തതിൻ്റേതായിട്ടുള്ള എല്ലാ മിസ്റ്റേക്കുകളും എഡിറ്റിങ്ങിലാണെങ്കിലും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ചില പോർഷൻസിൽ സെറീന വീട്ടുകാരോട് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, പുറത്ത് ഫ്രണ്ട്സിനെ കൊണ്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞ പോർഷൻ. അതൊരു കട്ട് കഴിഞ്ഞ് അടുത്ത കട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒന്ന് ചെയ്യുമല്ലോ, ലൈക്ക് നമുക്ക് ബാക്കിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു വെച്ചിട്ടേ തിരിയുള്ളൂ. അപ്പോൾ ആ പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ മറന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറേ മൈനറായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളുടെ ഒരു പടം എന്നുള്ള രീതിക്ക് ഓക്കെ, ഒരു കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ളൊരു എക്സ്പീരിയൻസ്. അതിലും കൂടുതൽ എനിക്ക് അങ്ങനെ ഇമ്പ്രസീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. ബട്ട് ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ എനിക്ക് തോന്നി വർക്കായി, അല്ലെങ്കിൽ എനിക്ക് ഇമ്പ്രസ് ചെയ്തത് തോന്നിയത് സെറീന, അഭിഷേക് ആൻഡ് ആ ആനി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഓക്കെ, അത് ചെയ്ത ആ കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്, മിഡ് നൈറ്റ് അറ്റ് മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ പടം കണ്ടിട്ട്. ബാക്കി നിങ്ങൾ തിയേറ്ററിൽ കയറി കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ.